മനുഷ്യൻ്റെ സജീവ സാന്നിധ്യം, അതായത് ജീവൻ്റെ അംശമുണ്ട് എന്ന് കരുതുന്നത്. അങ്ങനെ മുണ്ടക്കായ് മേഖലയിൽ 1-2 ഭാഗത്ത് ചെറിയതായ ചുവന്ന പൊട്ടുകൾ അവർക്ക് ലഭിച്ചു. പക്ഷേ അവിടെ നടത്തിയ തെരച്ചിലിൽ അങ്ങനെ സജീവമായ മനുഷ്യനുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അവർ മുണ്ടക്കൈയുടെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഗവും ഇന്നലത്തെ സർവേയിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പുഞ്ചിരിമട്ടത്തേക്ക് അവർ അതിൻ്റെ താഴ്വാരത്തേക്കും അവർക്ക് പോകാൻ കഴിഞ്ഞു. അവിടെയും ജീവനോടെ ആരെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും അവരുടെ സർവേ തുടരും. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തെ സർവേയുടെ വിവരങ്ങളിൽ ആളുകളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയില്ല എന്ന വിവരമാണ് ഇത്തരം ശാസ്ത്രീയ പരിശോധനയിലൂടെ വരുന്നത്. അപ്പോൾ ഇത് 100% ഉറപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഇപ്പോൾ നമ്മൾ ഷിരൂരിൽ മേജർ ജനറൽ ഇന്ദ്രപാലൻ നടത്തിയ പരിശോധന ഇതിന് സമാനമായിരുന്നു. അത് വെള്ളത്തിനടിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത് മണ്ണിനടിയിലാണ് ആ പരിശോധന നടത്തുന്നത്. മണ്ണിനടിയിൽ